അതേ പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നാളെ ഞായറാഴ്ച ആയതുകൊണ്ടും സകല മരിച്ചവരുടെയും തിരുനാൾ കൂടി ഇന്നാണ് ആഘോഷിക്കുന്നത്. അതെ, നമ്മളെല്ലാവരും യേശു വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും, കത്തോലിക്കരായ നമ്മൾ ഓരോരുത്തരും ഇന്ന് സെമിത്തേരികളിൽ പോയി നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ദിവസമാണ്. യേശു ക്രിസ്തു, രക്ഷകനായി യേശു ഒരാൾക്ക് വേണ്ടിയോ രണ്ടുപേർക്കുണ്ടോ വന്നവനല്ല, ലോകത്തെ മുഴുവനെയും വീണ്ടും രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഏകരക്ഷകനാണ്. വിശുദ്ധിയുടെ വിജയരഹസ്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്. ഞാൻ ഈശോയിലും ഈശോ എന്നിലും എന്ന സത്യം യുഗത്തിൽ ജീവിക്കുകയാണ് നമ്മളുടെയൊക്കെ ആത്മീയത. ആത്മീയ മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ദൈവികത്വമുള്ള അനേകം മക്കൾ ദൈവത്തിലേക്ക് ആനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ചില സാഹചര്യങ്ങളിൽ അതിന് വിപരീതമായി നമ്മളുടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയോടൊപ്പം ഈശോയിലും നമുക്കായിരിക്കുക എന്നതാണ് ബലിജീവിതത്തിന്റെ വിജയ രഹസ്യം. അതെ, ആ ബലിജീവിതം വിജയകരമായി തീരുമ്പോഴാണ്, അതിന്റെ സമയം തീർന്നു കഴിയുമ്പോഴാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവായ ഈശോ ദൈവപിതാവിന്റെ ഭവനത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഏറെ സമയം പ്രാർത്ഥന ചെല്ലുന്നതിലോ പള്ളിയിലായിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഈശോയോട് കൂടി അല്ലാത്ത ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിൽ എപ്പോഴും അവിടുത്തോടുകൂടി ആയിരിക്കുകയാണ് വിശുദ്ധ ജീവിതത്തിന്റെ വിജയമടങ്ങിയിരിക്കുന്നത്, വിജയത്തിന്റെ രഹസ്യം അടങ്ങിയിരിക്കുന്നത്. When God is with us, all will go well. Means ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തോടു കൂടി ആയിരുന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മളിൽ നന്നായി നടന്നു പോകും.